ഇന്നലെ രാത്രി കനത്ത മഴയിലും കാറ്റിലും ട്രാക്കിൽ മരം വീണും മണ്ണിടിഞ്ഞും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. അത് പല സ്ഥലത്തും ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും ട്രെയിനുകൾ ഇപ്പോൾ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിക്ക് പിന്നാലെ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റിയും വൈകി ഓടുന്നു. ഇൻ്റർസിറ്റി ഇപ്പോൾ 1 മണിക്കൂറാണ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നത്. സലീം മാലിക് വീണ്ടും ചേരുന്നു. സലീം, യഥാർത്ഥത്തിൽ ഏതൊക്കെ ട്രെയിനുകളാണ് ഇപ്പോൾ വൈകി ഓടുന്നതെന്ന് അറിയാമോ? SKN 11 ട്രെയിനുകളാണ് നിലവിൽ ഇന്നലെ രാത്രിയിൽ വൈകി ഓടിയ സാഹചര്യമുണ്ടായത്. അതിനെ തുടർന്ന് ഈ ട്രെയിൻ ഗതാഗതം ഏറെക്കുറെ താറുമാറാകുന്ന ഒരു സാഹചര്യം രാത്രിയിൽ ഉണ്ടായിരുന്നു. അത് ഒരു വിധത്തിൽ പരിഹരിച്ചു വരികയാണ്. ഇപ്പോൾ നിലവിൽ 2 ട്രെയിനുകളാണ് വൈകി ഓടുന്നത്. അതിൽ ജനശതാബ്ദി ട്രെയിൻ 3 മണിക്കൂർ വൈകും എന്നുള്ളതാണ്. ഇതുവരെയും 5:45 പുറപ്പെടേണ്ട ജനശതാബ്ദി ട്രെയിൻ, തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി ട്രെയിൻ ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. അത് 8:45 കൂടി മാത്രമേ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടൂ എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത് 3 മണിക്കൂർ വൈകി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്നലെ 1 മണി കഴിഞ്ഞതിന് ശേഷമാണ് ജനശതാബ്ദി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അതിനെ തുടർന്നാണ് മറ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ വൈകിയതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത്. ആ നിലയിൽ നിലവിൽ മറ്റ് ട്രെയിനുകളുടെയൊക്കെ സമയക്രമം ഒരു വിധത്തിൽ ക്രമീകരിച്ച് വരികയുമാണ്. മാവേലി എക്സ്പ്രസും നിലവിൽ 1 മണിക്കൂർ വൈകി ഓടുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ നിലവിലില്ല. അതേസമയം 11 ട്രെയിനുകൾ ഇന്നലെ രാത്രി വൈകുകയും ചെയ്തു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 3 ഇടങ്ങളിലാണ്. കഴക്കൂട്ടം, കടക്കാവൂർ, കൊച്ചുവേളി എന്നിങ്ങനെ 3 ഇടങ്ങളിലാണ് റെയിൽപാതകളിലേക്ക് മരം വീഴുകയും റെയിൽപാതകൾക്ക് സമീപത്തേക്ക് വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തത്. ഇതോടുകൂടി ഈ മരം വളരെ എളുപ്പത്തിൽ മാറ്റിയെങ്കിൽ പോലും വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ഈ വൈദ്യുതി തൂണുകൾ ശരിയാക്കിയെങ്കിലും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനായി വലിയ കടമ്പകൾ ഉണ്ടായിരുന്നു. കാരണം മുഴുവൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പിച്ച ശേഷം മാത്രമേ ട്രെയിൻ കടത്തിവിടാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വളരെ വൈകിയത്. കഴക്കൂട്ടം, കടക്കാവൂർ ഭാഗത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് 10 മണിയോടുകൂടിയാണ് ഈ ട്രെയിനുകൾ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അങ്ങനെ മണിക്കൂറുകളോളം 5 മണിക്കൂറിലധികം 1000-ത്തിലധികം യാത്രക്കാരുമായി പല ട്രെയിനുകളും വഴിയിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കൊല്ലം ഭാഗത്തേക്ക്, തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ 10 മണിയോടുകൂടി കടത്തിവിട്ടു. അതിനുശേഷവും കൊച്ചുവേളിയിലെ പ്രശ്നം തുടരുകയായിരുന്നു. 11:30 കൊച്ചുവേളിയിലെ പ്രതിസന്ധി പരിഹരിച്ചത്. അതിനു പിന്നാലെ കൊച്ചുവേളിയിൽ നിന്നുള്ള കൊച്ചുവേളിയിലേക്ക്, അതായത് കൊല്ലം ഭാഗത്ത് നിന്ന് കൊച്ചുവേളിയിലേക്ക് വരുന്ന ട്രെയിനുകളും പിന്നീട് പുനഃക്രമീകരിക്കുക. അങ്ങനെ 12 മണിയോടുകൂടിയാണ് ആ നിലയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. അങ്ങനെ ട്രെയിൻ ഗതാഗതം നേരെയാവാനുള്ള സമയം ഇന്ന് രാവിലെ വരെയും എടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു സലീം മാലിക്.